ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോഡി മദ്രസയുടെ കീഴിലും 1-ാം ക്ലാസ്സിലെ തേൻനിലാവ് പാഠബുക്കിലെ 3-ാമത്തെ പാഠം അല്ലാഹു അക്ബർ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ എന്താണ് അല്ലാഹു അക്ബർ അല്ലേ? നമ്മൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? എപ്പോഴാണ് ബാങ്ക് വിളിക്കൽ? നമുക്ക് നിസ്കാരങ്ങളുണ്ട് 5 നേരം, ദിവസവും 5 നേരം നിർവഹിക്കേണ്ട നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരങ്ങളുടെ സമയമായെന്ന് അറിയിക്കാനാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ആ ബാങ്ക് വിളിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്ന വേർഡ്സാണ് അല്ലേ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കിയാലോ. നിസ്കരിക്കണം. എന്താണ്? നിസ്കരിക്കണം. 5 നേരം നിസ്കരിക്കണം. സമയം തെറ്റാതെ നിസ്കരിക്കണം. കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിച്ചവർക്ക് സ്വർഗം ലഭിക്കും, നിസ്കരിച്ചില്ലെങ്കിൽ നരകവും. നമുക്ക് 5 നേരത്തെ നിസ്കാരമുണ്ട്. സമയം തെറ്റാതെ നിസ്കരിക്കണം. കൃത്യമായി നിസ്കരിക്കണം. ഒരു നേരവും തെറ്റാതെ 5 നേരവും ദിവസവും നമ്മൾ എന്താണ് നിസ്കരിക്കണം. നിസ്കരിച്ചവർക്ക് എന്താ ലഭിക്കുക? സ്വർഗം ലഭിക്കും. നിസ്കരിക്കാത്തവർക്കോ നരകവും ലഭിക്കും. നിസ്കരിക്കാത്തവർക്ക് നരകവും നിസ്കരിക്കുന്നവർക്ക് സ്വർഗവും ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദ്യമാണ് വരിക. നിസ്കരിച്ചവർക്ക് ലഭിക്കും എന്ത്? എത്ര നേരം നിസ്കരിക്കണം? സമയം തെറ്റാതെ ചെയ്യണം എന്ത്? നിസ്കാരം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷാ, സുബ്ഹ്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷാ, സുബ്ഹ് ഇവയാണ് ഫർള് നിസ്കാരങ്ങൾ. 5 നേരത്തെ നിസ്കാരങ്ങൾ പറഞ്ഞില്ല നമ്മൾ. 5 നേരം നിസ്കരിക്കണം. ഏതൊക്കെ നിസ്കാരങ്ങളാണ്? ഫർള് നിസ്കാരങ്ങൾ 5 എന്ന് പറഞ്ഞു. 5 നിസ്കാരങ്ങളുടെ പേരാണ് ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷാ, സുബ്ഹ്. ഓരോ സമയത്തെ നിസ്കാരങ്ങളാണ്. ളുഹർ ഉച്ചക്കുള്ളതാണ്, അസ്ർ വൈകുന്നേരം ഉള്ളതാണ്, മഗ്രിബ് സന്ധ്യ നേരത്തുള്ളതാണ്, ഇഷാ രാത്രിയുള്ള നിസ്കാരമാണ്, സുബ്ഹ് പുലർച്ചെ ഉള്ള നിസ്കാരമാണ്. അപ്പോൾ ഇവയാണ് ഫർള് നിസ്കാരങ്ങൾ. ഫർള് നിസ്കാരങ്ങൾ എത്ര? ഏതെല്ലാം? അപ്പോൾ നമുക്ക് പറയാൻ കഴിയണം. ഫർള് നിസ്കാരങ്ങൾ 5: ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷാ, സുബ്ഹ് എന്നിങ്ങനെ 5 നിസ്കാരങ്ങളെ പേര് പഠിക്കട്ടോ. സമയം അറിയിക്കാൻ മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. ഈ ഫർള് നിസ്കാരങ്ങളെ സമയം നമുക്ക് അറിയണ്ടേ? അപ്പോൾ അത് അറിയിക്കാനാണ് എന്ത്? മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത്. മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് എന്തിനാണ്? നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ ബാങ്കിൻ്റെ ലഫ്ലുകൾ ഇവിടെ പറയുന്നുണ്ട്, വാചകങ്ങൾ. അപ്പോൾ നമുക്കതൊന്ന് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ബാങ്കിൻ്റെ ലഫ്ലുകൾ എല്ലാവരും പഠിക്കുക. അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുന്നുണ്ട് ഇവിടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 തവണ. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അതും 2 തവണ. ഹയ്യ അലസ്സലാ 2 തവണ. ഹയ്യ അലൽ ഫലാ 2 തവണ. അവസാനം അല്ലാഹു അക്ബർ 2 തവണ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കണം. ബാങ്കിൻ്റെ ലഫ്ലിൽ ആദ്യം പറയുന്നത് ഏത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതാണ് ബാങ്കിൻ്റെ ലഫ്ലിൽ ആദ്യം പറയുന്നത്. അവസാനം പറയുന്നത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹയ്യ അലസ്സലാ എന്നതാണോ ഹയ്യ അലൽ ഫലാ എന്നതാണോ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക്
പറയാൻ കഴിയണം. ഹയ്യ അല സ്വലാ എന്നതാണ്. മനസ്സിലായില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എത്ര തവണ പറയുന്നുണ്ട്? 2 തവണ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടോ. ബാങ്കിൻ്റെ ലഫ്ലുകൾ എല്ലാവരും ബാങ്ക് കൊടുക്കാൻ ശീലിക്കുക. ബാങ്ക് വിളിക്കാൻ എല്ലാവരും ശീലിക്കുക. എക്സാമിന് ഉസ്താദ് ചോദിക്കും, ബാങ്ക് വിളിച്ച് കൊടുക്കാൻ പറയും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആ രീതിയിൽ പഠിക്കുക. അടുത്ത എന്താ, നമുക്കിവിടെ ആക്ടിവിറ്റീസാണ് അല്ലേ. നിസ്തമയോ അനുക്കൂലും, നിങ്ങൾ കേൾക്കുകയും അത് പറയുകയും ചെയ്യുക. എന്താണ്? ലുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അപ്പോൾ അത് പറഞ്ഞ് പഠിക്കട്ടോ. ഓർഡർ പ്രകാരം തന്നെ പഠിക്കുക. അടുത്ത എന്താണ്? നുക്മിലു ദാഇർ ബി അസ്മാഇ സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ പേരുകൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ എക്സാമിന് വരാം. ലുഹർ കഴിഞ്ഞാൽ അസ്ർ കഴിഞ്ഞാൽ മഗ്രിബ് കഴിഞ്ഞാൽ ഇശാ, സുബ്ഹ്. അപ്പോൾ അത് മുകളിൽ ഇത് പഠിച്ചാലാണ് നമുക്കിത് ഓർഡറിൽ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ബാങ്ക് നിസ്കാരത്തിൻ്റെ പേര്, ഓരോ വക്ത് നിസ്കാരത്തിൻ്റെ പേരുകൾ എഴുതി പഠിക്കുക എന്നുള്ളത് ഇവിടെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എഴുതി പഠിക്കുക എല്ലാവരും കേട്ടോ. അടുത്തത് എന്താണ്? നുജിബ്, നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾ കേട്ട് ഉത്തരങ്ങൾ പറയാനാണ്. ബാങ്ക് വിളിക്കുന്നത് എന്തിനാണ്? ബാങ്ക് വിളിക്കുന്നത് എന്തിനാണ്? നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാനാണ്. നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാനാണ് ബാങ്ക് വിളിക്കുന്നത്. ഉസ്താദ് എക്സാമിന് ചോദിക്കും, ബാങ്ക് വിളിക്കുന്നത് എന്തിനാണ്? നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാനാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എവിടെ നിന്നാണ് ബാങ്ക് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? മസ്ജിദിൽ നിന്നാണ്. മസ്ജിദ്, പള്ളി അല്ലേ. എവിടെ നിന്നാണ് ബാങ്ക് വിളിക്കുന്നത്, ബാങ്ക് കേൾക്കുന്നത്? മസ്ജിദിൽ നിന്നാണ് ബാങ്ക് കേൾക്കുന്നത്. എത്ര ഫർള് നിസ്കാരങ്ങളുണ്ട്? എത്ര ഫർള് നിസ്കാരങ്ങളാണ്? 5 അല്ലേ. 5 നേരം ഫർള് നിസ്കാരങ്ങളുണ്ട്. അപ്പോൾ 5 എന്ന് പറയാം. അടുത്തതാ, 5 നിസ്കാരങ്ങളുടെ പേര് പറയുക. 5 നിസ്കാരങ്ങളുടെയും പേര് പറഞ്ഞു കൊടുക്കണം. ലുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അടുത്തതാ, നിസ്കരിച്ചവർക്ക് എന്ത് ലഭിക്കും? നിസ്കരിച്ചവർക്ക് എന്താണ്? സ്വർഗം ലഭിക്കും അല്ലേ. ഇതൊക്കെ നമ്മൾ പാഠത്തിൻ്റെ ഫസ്റ്റ് പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ പറഞ്ഞ ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പാഠത്തിൽ അല്ലേ. അവിടെ മനസ്സിലാക്കണം. പിന്നെ നിസ്കരിക്കാത്തവർക്ക് എന്ത് ലഭിക്കും? നരകം. നിസ്കരിക്കാത്തവർക്ക് നരകവും ലഭിക്കും. ഇനി ബാങ്കിൻ്റെ വാചകങ്ങൾ ഏതല്ല, അതായത് ബാങ്കിൻ്റെ വാചകങ്ങൾ, ലഫ്ലുകൾ, അത് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ എക്സാമിന് ചോദ്യം വരും, ബാങ്കിൻ്റെ വാചകങ്ങൾ പറയുക പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ബാങ്ക് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ബാങ്ക് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ 3ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.